നാലാമത്തെ കാര്യം ക്ഷമയാണ്. പഠിക്കണം, പ്രവർത്തിക്കണം, അതിലേക്ക് ക്ഷണിക്കണം, ക്ഷമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമ എന്നത് ഈ 3 കാര്യത്തിലും വേണം. പഠിക്കാൻ ക്ഷമിക്കണം, പ്രവർത്തിക്കാനും ക്ഷമിക്കണം, ദഅവത്തിലും ക്ഷമിക്കണം. ക്ഷമ സഹോദരങ്ങളെ എല്ലാ നന്മകളുടെയും അടിത്തറയാണ്. ഉലമാക്കളിൽ ചിലർ ക്ഷമയെ 3ആയി തിരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു സബ്റു അലാ ത്വാഅത്തില്ലാ. ക്ഷമ 3 രൂപത്തിലാണ്. ഒന്ന്, നന്മ ചെയ്യാൻ ക്ഷമ വേണം. നന്മ ചെയ്യാൻ വളരെ ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് താല്പര്യമില്ലാത്ത കാര്യം ചെയ്യിപ്പിക്കണം, നിർബന്ധിക്കണം. അത് നന്മ ചെയ്യാൻ വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ സബ്റു അൻ മഅസിയത്തില്ലാ. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കണം. പറയേണ്ട കാര്യമില്ല, വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിൽ താല്പര്യം കാണിക്കുന്ന ഒരു ഹറാമ് മുന്നിൽ വന്നാൽ അതിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം അസ്സബ്റു അലാ അഖ്ദാരില്ലാ. അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസകരമായ ഒരു കാര്യം വന്നാൽ ക്ഷമിക്കണം. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ കണക്കില്ലാതെ പ്രതിഫലം നൽകപ്പെടുമെന്ന് പറഞ്ഞ നന്മ സ്വഭാവ ഗുണം ക്ഷമയാണ്. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കണക്കു നോക്കാതെ പ്രതിഫലം നൽകുന്നതാണ്. ക്ഷമ എന്നത് ചില ആളുകൾ പറഞ്ഞതുപോലെ സബർ എന്ന വാക്ക് സ്വാദ് അവസാനത്തിൽ റാവും, കട്ടിയുള്ള അക്ഷരങ്ങളാണ് അതിനുള്ളത്. ആ സ്വഭാവം പോലെ തന്നെയാണത്. സ്വഭാവം കുറച്ച് കട്ടിയുള്ളതാണ്, ജീവിതത്തിൽ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരാൻ നന്നായി ശ്രമിക്കണം.